ഈ മൺസൂൺ കാലത്ത് കേരളത്തിലെ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കോട്ടയം ജില്ലയിലെ കൊച്ചു ഗ്രാമമായ മലരിക്കൽ. ഏതാണ്ട് 2000-ലധികം ഏക്കർ വരുന്ന നെൽപ്പാടത്ത് ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും എല്ലാം ഒരു ഫേവറേറ്റ് ലൊക്കേഷനാണ് ഇപ്പോൾ മലരിക്കൽ. കോട്ടയം ടൗണിൽ നിന്നും ഏതാണ്ട് 6-7 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് മലരിക്കൽ. നമ്മൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്താൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മലരിക്കലിലെ ആമ്പൽ വസന്തം അല്ലെങ്കിൽ ആമ്പൽ പാടം എന്നെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മലരിക്കലുള്ള ആമ്പൽ പാടത്തിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ആഴ്ചയായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഈ യാത്ര. എനിക്ക് വീക്കെൻഡിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ അതിരാവിലെ എണീറ്റ് പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും മടിയുമായിരുന്നു. അങ്ങനെ ഈ ഞായറാഴ്ച പോകാൻ തീരുമാനിക്കുകയും ഈ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്കിളും ആൻറ്റിയും കൂടി വരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കൊച്ചിയിൽ നിന്നും ഞങ്ങൾ രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിച്ചു. മലരിക്കലിൽ നമ്മൾക്ക് രാവിലെ എത്ര നേരത്തെ എത്താമോ അത്രയും നല്ലതാണ്. 10 മണിയോടുകൂടി സൂര്യൻ്റെ ചൂട് വർദ്ധിക്കും തോറും ഈ ആമ്പൽ പൂക്കളെല്ലാം ചുരുങ്ങിപ്പോകും. കൂടാതെ 9-10 മണിയാകുമ്പോൾ തന്നെ സൂര്യൻ്റെ ചൂടുള്ളതുകൊണ്ട് നമ്മൾക്ക് ഈ പാടത്തു കൂടി വള്ളത്തിൽ സഞ്ചരിക്കാനും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഏകദേശം 8:30 ആയപ്പോഴേക്കും ഇവിടെ എത്തിച്ചേർന്നു. രാവിലെ 5 മണിയോടുകൂടി തന്നെ ഇവിടെയുള്ള നാട്ടുകാരും വള്ളക്കാരും കൂടാതെ സഞ്ചാരികളെല്ലാം എത്തിത്തുടങ്ങും. തിരുവായിക്കിരി പാടമെന്നും 9000 പാടമെന്നും അറിയപ്പെടുന്ന 2 പാടശേഖരങ്ങളിലാണ് പ്രധാനമായിട്ടും ആമ്പൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. നമ്മൾ മലരിക്കിലേക്ക് എത്തുമ്പോൾ ആദ്യം എത്തിച്ചേരുന്ന ഭാഗമാണ് 9000 പാടം. തിരുവായിക്കിരി പാടത്തിന്റെ ഭാഗത്താണ് ആമ്പൽ പൂക്കൾ അല്പം കൂടുതലായിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം പോയത് 9000 പാടത്തിലോട്ടാണ്. അവിടെ നിന്നും തിരുവായിക്കിരി പാടത്തിലോട്ടാണ് വന്നത്. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവായിക്കിരി പാടത്തിന്റെ ഭാഗമാണ്. ഇവിടെയുള്ള ഗുരുദേവ ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ടുള്ള ഭാഗമാണ് തിരുവായിക്കിരി പാടം. ജഗന്നാഥൻ എന്ന് പറയുന്ന ചേട്ടനാണ് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട്. കൂടാതെ ഇവിടെ നിന്നും വള്ളം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ സ്നേഹവും അവരുടെ കരുതലും. വളരെ മാന്യമായ പെരുമാറ്റവും നമ്മളോടെല്ലാം വളരെ സ്നേഹത്തോടെയുള്ള ഇടപെടലുമാണ് ഇവിടെയുള്ളവരുടേത്. സോമരാജൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടാണിത്. അതിനോടനുബന്ധിച്ച് തന്നെ ചെറിയൊരു ഹോട്ടലും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ നിരവധി ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷം മുതൽ ചെറിയ ഹോം സ്റ്റേയും അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിരാവിലെ വീട്ടിൽ നിന്നും പോകുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഓർഡർ ചെയ്ത ശേഷം നമ്മൾ ആമ്പൽ പൂക്കൾ കാണുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി. നമ്മൾ ആദ്യം എത്തിയിരുന്നത് 9000 പാടശേഖരത്തേക്കാണ്. അവിടെയുള്ള ആമ്പൽ പൂക്കളെല്ലാം കണ്ട ശേഷമാണ് നമ്മൾ തിരുവായിക്കിരിയിലോട്ട് വന്നത്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഏതാണ്ട് 9 മണിയോട് അടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് കറങ്ങിയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. 10 മണിയാകുമ്പോഴേക്കും പൂക്കളെല്ലാം ചുരുങ്ങി തുടങ്ങും. തിരുവായിക്കിരി പാടശേഖരത്താണ് ഏറ്റവും കൂടുതൽ ആമ്പൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്നും ഏതാണ്ട് 1 മണിക്കൂറോളം വള്ളത്തിൽ തുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിഗംഭീരമായ ഒരു ആമ്പൽ തോട്ടം കാണാൻ സാധിക്കും. പക്ഷേ അങ്ങോട്ടേക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം നമുക്ക് വള്ളത്തിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടും കൂടാതെ വെയിൽ അത്യാവശ്യം വന്നതുകൊണ്ടും നമ്മൾ ഈ സമയത്ത് പോയാൽ നല്ല രീതിയിൽ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്തു. പക്ഷേ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള പൂക്കളുണ്ട്. നമ്മൾക്ക് ആസ്വദിക്കാനും സാധിച്ചു. 9000 പാടശേഖരത്തിലെ വിഷ്വൽസ് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷമായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരാളിൽ നിന്നും 100 രൂപ വീതമാണ് ഇവർ ബോട്ടിങ്ങിന് ഈടാക്കുന്നത്. ഏതാണ്ട് ജൂൺ-ജൂലൈ മാസത്തോടു കൂടിയാണ് ഇവിടെ ഈ ആമ്പൽ വസന്തം ആരംഭിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടു കൂടി തന്നെ ഇത് അവസാനിക്കുകയും ചെയ്യും. ഓണമാകുമ്പോൾ തന്നെ ഇവർ ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞ ശേഷം നെൽകൃഷി വീണ്ടും ആരംഭിക്കും. അതുകൊണ്ട് ഇത്തവണ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഓണത്തിന് മുന്നേ തന്നെ വരേണ്ടതാണ്. ഈ പ്രാവശ്യം കാണാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും അടുത്ത വർഷം ഈ ഡേറ്റ് മനസ്സിൽ ഓർമ്മ വെച്ച ശേഷം നമ്മൾക്ക് വരാവുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മൾ മുന്നേ പറഞ്ഞ ഏറ്റവും അധികം ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് 1 മണിക്കൂറോളം വള്ളത്തിൽ തുഴയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിരാവിലെ പോകുകയായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ പേര് ജഗന്നാഥ്. ഇത് മലരിക്കൽ തിരുവാർപ്പ് പഞ്ചായത്താണ്. തിരുവാർപ്പ് പഞ്ചായത്ത് 13-ാം വാർഡ് മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. മലരിക്കൽ ഒരു തിരുവായിക്കരി പാടമാണിത്. ഇത് ഒരു 2 മാസമായി ഇത് തുടങ്ങിയിട്ട്. ഇനിയിപ്പം നെൽകൃഷിക്ക് വേണ്ടി ഇത്
പറ്റിക്കാൻ പോവുകയാണ്. മോട്ടറൊക്കെ വെച്ച് ഒരു 2-3 ആഴ്ചയും കൂടെയൊക്കെ കാണത്തുള്ളത്. അപ്പോൾ അതിന് മുമ്പ് കാണാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വരിക. വെളുപ്പിനെ ഒരു 5:30-5 മണി തൊട്ട് ഇവിടെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നവരെ അവരുടെ ഇഷ്ടാനുസരണം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. നമുക്ക് ധൃതിയൊന്നുമില്ല. അവർ തിരിച്ചു പോകണമെന്ന് എപ്പം പറയുന്നു അപ്പോഴേ നമ്മൾ തിരിച്ചു വിടത്തുള്ളൂ. എവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാർ അവിടെ വരുന്നതെന്നറിയാമോ? പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. വരുന്നവരെല്ലാം വളരെ ഇഷ്ടപ്പെട്ടാണ് പോകുന്നത്. ഇത് ഏത് മാസം മുതലാട്ടോ ശരിക്കും? ഏത് മാസം മുതലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിപ്പം ജൂൺ തൊട്ടൊക്കെയാണ്. ജൂൺ തൊട്ട് ഏത് മാസം വരെ? ജൂലൈ, ഇപ്പം ആഗസ്റ്റ് അല്ലേ? ആഗസ്റ്റ് മാസം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങി. സെപ്റ്റംബർ മാസം മുഴുവനില്ല. അതിന് മുമ്പ് ഇതിപ്പം നെൽകൃഷിക്ക് വേണ്ടി ഇത് പറ്റിക്കാൻ പോവുകയാണ്. ഇത് പറ്റിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തുറന്നു മോട്ടർ വെച്ച് പറ്റിക്കുകയാണ്. അപ്പോൾ വെള്ളം അങ്ങോട്ട് മിനിച്ചിലാറാ ഇതിനപ്പുറത്ത്. ആ കാണുന്ന മോട്ടർ തറയാ, ആ ഷീറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു 4 മോട്ടറോളം ഉണ്ട് ഇതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ലിറ്ററിന്റെ മോട്ടറാണ് അത്? 50-ന്റെ ഒക്കെയാണ്. 50-ന്റെ ഒക്കെ മോട്ടറാണ്. അത് മോട്ടർ ഓടിക്കാൻ തുടങ്ങിയാൽ വെള്ളം ഒരു 2 ആഴ്ചയൊക്കെ ഇത് പറ്റും. 2 ആഴ്ച കണ്ടിന്യൂസ് മോട്ടർ അടിക്കും. ഇതിന്റെ കരപ്പാടമാണ്. ഇത് പെട്ടെന്ന് ഇവിടെ വെള്ളം പറ്റും. അങ്ങോട്ട് പിന്നെ താഴ്ചയാണ്. അപ്പൊ ഈ വെള്ളം എവിടെ ശരിക്കും കയറണം? മഴക്കാലത്ത് വെള്ളം കയറുന്ന ഇത് മട മുറിക്കും. അവിടെ ആ മോട്ടോർ തറ ഇരിക്കുന്നിടത്ത് മട വെക്കും. ആ മട വഴി കയറുന്നത്. പിന്നെ തൂമ്പുകളൊക്കെ ഉണ്ട്. ആ തൂമ്പൊക്കെ തുറന്ന് വെള്ളം കയറുന്നതാണ്. തന്നെ ഉണ്ടാകുന്നത്. ഇതിന്റെ അരിയെല്ലാം വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ വെള്ളം ഇങ്ങോട്ട് കയറ്റണം എന്താണ് ശരിക്കും? നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണോ? നെൽകൃഷിക്ക് വേണ്ടി. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ നെല്ല് ഇത് കൊയ്ത്ത് കഴിഞ്ഞ് വീണ്ടും ഇത് വെള്ളം കയറ്റി ഇത് വെള്ളം കയറി മുങ്ങി വന്നു കഴിയുമ്പോൾ വീണ്ടും ഇത് കിളുത്ത് വരുവാണ്. ഇതിന്റെ ചോട് അരിയെല്ലാം വെള്ളത്തിൽ കിടക്കുമല്ലേ. ഓരോ വർഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ഇല്ലായിരുന്നു ഇവിടെയൊന്നും. ഇപ്പൊ ശരിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് കൂടി. ഇനിയിപ്പോ ഇവിടെ ഒരു ഇടയ്ക്ക് ഒരു കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട്. അതല്ല, ഈ പാടം മൊത്തം ഇതായി പോകും. നല്ല അടിപൊളിയാണ് മരം. ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം കൂടി ആവുന്നുണ്ട്. വരുമാന മാർഗം. അത്ര ഇത് കൂടുതലും മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ്. വലയിടയിലും മീൻ പിടിക്കാൻ പോകും. അപ്പൊ അതിനൊന്നും പോകുന്നില്ല, ഇതിന് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട്. ശരിക്കും പണ്ട് കാലത്ത് നെൽകൃഷി കഴിഞ്ഞ ശേഷം നിങ്ങൾ നെല്ല് മീൻപിടുത്തം മറ്റുള്ള ജോലിയിലേക്ക് മാറും. പക്ഷേ ഈ പരിപാടി ഒന്നുകൂടി ഇതിന്റെ ജോലിയിലേക്ക് മാറി. പല തൊഴിലിൽ പോകുന്നവരാണ്. അപ്പൊ ഇത് ഇങ്ങനെ വന്നപ്പോ എല്ലാരും ഇപ്പൊ ഇതിലോട്ട് ഉച്ചയ്ക്ക് ആൾക്കാർ ഇവിടെ വരും. ദൂരെ നിന്ന് വരുന്നവരൊക്കെ അവര് സമയം അറിയാതെ പോയി കാണും. ചുമ്മാ വന്നതല്ലേ എന്നും പറഞ്ഞിട്ട്. പിന്നെ അവരോട് നമ്മൾ കാര്യം പറയും. വെളുപ്പിനെ വരണം, പോയിട്ട് കാര്യമില്ല, വെയിലാണ്, നിർബന്ധമാണെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി ഒരു അറിയപ്പെടാതെ കിടന്നൊരു സ്ഥലമാണ് മലരിക്കൽ. ഇപ്പം ലോകത്തിൻ്റെ എവിടെയെല്ലാം മലരിക്കൽ എന്ന് പറഞ്ഞാൽ മലരിക്കൽ എനിക്ക് ഇന്ത്യ മുഴുവൻ ആയി തുടങ്ങി. എനിക്ക് വരും വർഷങ്ങളിൽ ഇത് കൂടും ടൂറിസ്റ്റുകൾ. കാരണം ഇപ്പോൾ പലർക്കും പുറത്തുള്ളവർക്ക് അറിയില്ല ഏത് ടൈമിലാണ് എപ്പോഴാണെന്നുള്ളതേ. പക്ഷെ ഇനി ഇങ്ങനെ യൂട്യൂബേഴ്സും വീഡിയോസൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലോകം മുഴുവൻ അറിയും. ആളുകൾ ടൈം നോക്കി വരും. തിരക്കുകൾ കൂടും. പിന്നെ തിരക്ക് കൂടും. ഇപ്പോൾ ഇവിടെയൊക്കെ അതുപോലെ ഇപ്പോൾ ഒരേ വഴിയൊക്കെ ആണെങ്കിലും എല്ലാം സെറ്റപ്പ് ആവും. അതെ, വഴിയൊക്കെ വെച്ച് വലുതാക്കണം, ടാർ ചെയ്യണം. എല്ലാം ഗവൺമെന്റ് ടൂറിസം മേഖലയിലേക്ക് കുറച്ചുകൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരു 3-4 മാസം നല്ല രീതിയിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ലോക്കൽ ആളുകൾക്ക് ഒരു ഉപജീവന മാർഗമാവും. അതെ, ഗവൺമെന്റുകൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് എത്ര ഏക്കറിൻ്റെ ഈ പാടം? ഇത് ഒരു 8500 ഏക്കറുണ്ട്. അതായത് ചേട്ടൻ മറ്റേ അപ്പുറത്ത് ഇതും കൂട്ടിയാണോ ഇത് മാത്രമാണ് പറഞ്ഞത്? ഈ പാടം മാത്രം 8500 ഏക്കറുണ്ട്. ഇത് എത്ര ആളുകളുടെയാ? ഇതൊരു പല ആൾക്കാരുടെ ഒരു 10-100 ആൾക്കാരുടെയോളം ഏക്കർ കണക്കിനുള്ളവരുണ്ട്. അതെ, ചെറിയ ആളുകളുണ്ടല്ലേ? ചെറിയ ആളുകളുണ്ട്. എല്ലാ ഇതിലും ആൾക്കാരുണ്ട്. ഒരു കാലത്തെ കൃഷി ചെയ്യാൻ മടിച്ചതാ ആൾക്കാര്. എന്നാന്നറിയാ, കൊയ്യാൻ ആൾക്കാരില്ലായിരുന്നു. ഇപ്പൊ കൊയ്ത്ത് മെഷീൻ വന്ന കാരണം ഒരു പ്രശ്നമില്ല. ഇപ്പൊ കൊയ്ത്ത് മെഷീൻ വന്നു. ഞാറുനടിയിൽ മെഷീൻ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഞാറുനടിയിൽ മെഷീൻ ഉപയോഗിക്കണ്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെ വന്നില്ല, അപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മുടെ ഡ്രോൺ ഉണ്ട്, വളം ഇടാൻ വേണ്ടിട്ട് ഡ്രോണുകളുണ്ട്. അതൊക്കെ ഉപയോഗിക്കണ്ടോ? ഇവിടെ ഉപയോഗിച്ചില്ല, വേറെ പാടങ്ങളിലൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയ. എനിക്ക് അതൊക്കെ വന്നിട്ട് കുറച്ച് നെൽകൃഷിയും കുറച്ചുകൂടെയും ആളുകൾ ഇറങ്ങും. ആള് കിട്ടാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ചേട്ടന്റെ പ്രധാന ഉപജീവന മാർഗം എന്താ? എനിക്ക് പെയിന്റിങ് പരിപാടിയാണ്. പെയിന്റിങ്. ഈ സീസൺ ആയപ്പോ ഇങ്ങോട്ട് ജസ്റ്റ് മാറി. ഈ സീസൺ ആയപ്പോ ഇങ്ങോട്ട് മാറിയൊന്നുമില്ല.
ഈ പോകുന്ന കറക്റ്റ് ഈ സ്പോട്ടിന്റെ കൃത്യം പേരാണ് ചേട്ടാ, അപ്പോൾ ആളുകൾക്ക് വരുന്നുണ്ടെങ്കിൽ? ഇത് മലരിക്കൽ. അല്ല, മലരിക്കല, ഇത് ജംഗ്ഷൻ മലരിക്കല, ഇത് വന്ന് നിൽക്കുന്നത്. ഓ ഓ ഓ, മലരിക്കൽ ഗുരുമന്ദിരത്തിന്റെ. ഈ പാടത്തിന്റെ പേരാണ് തിരുവായിക്കരി. തിരുവായിക്കരി പാടം. തിരുവായിക്കരി പാടം. ഓക്കെ, മലരിക്കലുള്ള തിരുവായിക്കരി പാടാണ്. പിന്നെ അപ്പുറത്തെ പാടം 9,000 എന്നാ. ആ, അതിനകത്ത് പൂക്കൾ കുറവാണ്. ആദ്യം കാണുന്നത് 9,000. 9,000 പാടം. 9,000 പാടം. അതിനകത്ത് പൂ കുറവാണ്. ഇത് അവിടുന്ന് വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ മലരിക്കൽ വന്ന് ഈ ഗുരുമന്ദിരത്തിന്റെ അവിടെ വന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോട്ടിന് എത്ര പേർക്ക് കയറാൻ പറ്റും? ഉള്ളത് അതെ, ഇതേലിപ്പോ ഒരു 5 പേരൊക്കെ കൊണ്ടുപോകാൻ പറ്റും. 5 പേര് വെച്ചിട്ട് 1000 രൂപയ്ക്ക് കൊണ്ടുപോയാൽ റിസ്ക്, അത്രയും ദൂരം പോകുന്നുണ്ട്. 1 മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടുന്ന് ബോട്ടിൽ അല്ലേ? അത് ഇച്ചിരി വലിയ പാടാണല്ലേ? വലിയ പാടാണ്. കുറച്ചുകൂടി പൂക്കൾ അധികമായിട്ട് പൂവുണ്ട് അവിടെ. 1 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ പൂവെല്ലാം കൂമ്പി തുടങ്ങിയിരിക്കുകയാണ്. സമയം ഏതാണ്ട് ഒരു 10:15 അടുത്തായി. വരും അടുത്തന്നേ. 11 മണിയാകുമ്പോഴത്തേക്കും ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇത് അടഞ്ഞു പോകും. വൈകിട്ട് രാവിലെ വരാൻ പറയണേ. എൻ്റെ പേര് സോമരാജൻ എന്നാണ്. മലരിക്കലാണ് എൻ്റെ വീട്. ഈ കാണുന്ന മലരിക്കൽ പ്രദേശമാണ്. ഇവിടെ അമ്പലമാണ് അടുത്തുള്ളത്. മലരിക്കൽ ഗുരുമന്ദിരമാണ്. ഇതിന് ഏറ്റവും അടുത്തുള്ള ഒരു വീടാണ് എൻ്റേത്. ഇവിടേക്ക് വന്നാൽ അടുത്ത വർഷത്തേക്ക് എന്തായാലും നമുക്കിവിടെ ഹോം സ്റ്റേ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പൂവിരുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഇത് കാണാനായിട്ട് കഴിയുന്നത്. രാവിലെ 6 മുതൽ 10:30 വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നാലേ ഇത് കാണാൻ കഴിയുള്ളൂ. ഈ വർണ്ണാഭമായ ഈ പൂക്കളെ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എത്തുക. നമ്മളിപ്പോൾ ഉള്ളത് മലരിക്കൽ പാടത്തുള്ള 9,000 പാടശേഖരത്തിലാണ്. ഇവിടെയും ആമ്പൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ മലരിക്കലോട്ട് എത്തിച്ചേരുമ്പോൾ ആദ്യം കാണുന്ന ഭാഗമാണ് 9,000 പാടശേഖരം.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മലരിക്കൽ ആമ്പൽ പാടത്തിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.